AMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിലേക്ക് AICC ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. 2019 ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചാണ് സർവീസിൽ നിന്നും രാജിവെച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പറ്റിയിടമാണ് കോൺഗ്രസ് എന്നാണ് കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിലേക്ക് ചേരുന്നതിന് മുൻപായി പ്രതികരിച്ചത്. ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമയത്താണ് കണ്ണൻ ഗോപിനാഥൻ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കാശ്മീരിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശവും ഭരണഘടനാ അവകാശവും ലംഘിക്കുന്നുവെന്നും രാജ്യത്തെ ഒരു പൌരൻ എന്ന നിലയിൽ നിശബ്ദനായിരിക്കുവാൻ കഴിയില്ലെന്നും കണ്ണൻ ഗോപിനാഥൻ തുറന്നടിച്ചിരുന്നു. നോട്ടു നിരോധനം അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഓരോ നയങ്ങൾക്കെതിരെയും അതിരൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ കണ്ണൻ ഗോപിനാഥനെതിരെ കുറ്റപത്രം നൽകിയിരുന്നു. കേന്ദ്രത്തിന്റെ പ്രതിച്ഛായ കളയുവാൻ IAS ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്ന തരത്തിലായിരുന്നു കുറ്റപത്രം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം, ബിന്ദുവിന്റെ മകൻ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലിയിൽ പ്രവേശിച്ചു. നിയമന ഉത്തരവ് ദേവസ്വം മന്ത്രി VN വാസവൻ കൈമാറി. ദേവസ്വം ബോർഡ് ഓവർസിയറായാണ് നിയമനം. ദേവസ്വം ബോർഡിൽ സ്ഥിരം ജോലി സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. മകളുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തിരുന്നു. മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ അനുവദിച്ച 10 ലക്ഷം രൂപ ഉൾപ്പെടെ 10.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വീട് നവീകരിച്ച് അടുത്തിടെ താക്കോൽ കൈമാറിയിരുന്നു. ജൂലൈ 3-നാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാർഡിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. രോഗിയായ മകൾക്ക് കൂട്ടിരിക്കുവാനായി ആശുപത്രിയിലെത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. JCB എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 14-ാം വാർഡിന്റെ ഒരു കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. അപകടത്തിൽ 2 പേർക്ക് ചെറിയ പരിക്കുമുണ്ടായിരുന്നു. ഭ്രമയുഗം കണ്ട് അസൂയ തോന്നി, 3-4 ദിവസം ഉറങ്ങിയില്ല മാരി സെൽവരാജ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം കണ്ടപ്പോൾ മലയാളം സിനിമ ഇൻഡസ്ട്രിയോട് അസൂയ തോന്നിയെന്ന് തമിഴ് സംവിധായകൻ മാരി സെൽവരാജ്. ധ്രുവ് വിക്രം നായകനാകുന്ന തന്റെ പുതിയ സംവിധാന സംരംഭം ബൈസൺ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ചിത്രം കണ്ട് അതിലെ ദൃശ്യങ്ങൾ കണ്ട് അമ്പരക്കുകയും അതുതന്നെ മനസ്സിൽ കിടന്നും അസൂയ തോന്നി. ആ ചിത്രം തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുവാൻ ആഗ്രഹം തോന്നി. ഒരു മുഴുനീള ചിത്രം ഒരു ക്യാമറാമാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യുകയും അതേപടി എഡിറ്റർ ഇരുന്ന് എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ പ്രോസസ്സൊക്കെ എത്ര മനോഹരമാണെന്ന് ചിന്തിക്കുകയാണ് ഞാൻ. മാരി സെൽവരാജ് കബഡിയുടെ പശ്ചാത്തലത്തിൽ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ബൈസൺ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ, രജിഷ വിജയൻ എന്നിവരും മറ്റു പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രം ഒക്ടോബർ 17-ന് വേൾഡ് വൈഡായി റിലീസ് ചെയ്യും. ഫോക്ലോർ സ്വഭാവത്തിൽ കഥ പറഞ്ഞ ചിത്രത്തിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെയായിരുന്നു മമ്മൂട്ടി ഭ്രമയുഗത്തിൽ അവതരിപ്പിച്ചത്. കൂടാതെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മണികണ്ഠൻ ആചാരി എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. നിരൂപക പ്രശംസയും വാണിജ്യ വിജയവും നേടുവാൻ ചിത്രത്തിന് സാധിച്ചിരുന്നു. കാസർഗോഡ് ചന്ദ്രഗിരി ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ 4.7 ലക്ഷം രൂപ കാണാനില്ല. ക്ഷേത്ര നിയന്ത്രണം മലബാർ ദേവസ്വം ബോർഡിന്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വൻ വിവാദമായിരിക്കെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലും വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി ആരോപണം. കാസർഗോഡ് ചന്ദ്രഗിരി ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ 4.7 ലക്ഷം രൂപ കാണാനില്ലെന്നാണ് പരാതി. 2017-ൽ ക്ഷേത്രം നവീകരിക്കുവാനായി പിരിച്ച പണമാണ് കാണാതായത്. ക്ഷേത്ര നവീകരണത്തിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ നായർ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറി എന്നാണ് പറയുന്നത്. എന്നാൽ തുക കൈമാറിയതിന് രസീതുകളോ മറ്റ് രേഖകളോ കൈപ്പറ്റിയിരുന്നില്ല. പണം എവിടെയെന്ന് പിന്നീട് യാതൊരു വിവരവും ലഭിച്ചില്ലെന്നും ഭക്തർ പറയുന്നു. തുക കാണാനില്ലെന്ന പരാതി ദേവസ്വം ബോർഡിലെത്തുകയും ബോർഡ് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ദേവസ്വം ഇൻസ്പെക്ടർ അന്വേഷണവും നടത്തിയിരുന്നു. ക്രമക്കേട് നടന്നതായി കമ്മീഷൻ സ്ഥിരീകരിച്ചെങ്കിലും ഈ തുക എവിടെയെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തുക എവിടെയെന്ന് തനിക്ക് അറിയില്ലെന്നും 2 ലക്ഷത്തിലേറെ രൂപ തനിക്ക് കൈമാറിയത് അക്കൌണ്ട് വഴിയാണെന്നും ആ പണത്തെക്കുറിച്ച് മാത്രമേ തനിക്ക് അറിയൂ എന്നും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വാദിക്കുന്നു.
ക്ഷേത്ര നവീകരണത്തിനായി ഭക്തരിൽ നിന്നും വൻ തുക പിരിച്ചെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെ ലഭിച്ച സംഭാവനയുടെയും അത് ചിലവഴിക്കുന്നതിന്റെയും വിവരങ്ങൾ മലബാർ ദേവസ്വം ബോർഡിനെ അറിയിക്കണം എന്നാണ് ചട്ടം. ബാക്കി വന്ന തുക അക്കൌണ്ട് മുഖാന്തരം ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണമെന്നും ചട്ടമുണ്ട്. എന്നാൽ ഈ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ആക്ഷേപം. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ദീപികയുടെ 8 മണിക്കൂർ ഷൂട്ടിംഗ് ആവശ്യത്തിൽ പ്രിയാമണി. ബോളിവുഡ് താരം ദീപിക പദുക്കോണിന്റെ 8 മണിക്കൂർ മാത്രം ജോലി എന്ന നിബന്ധനയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ സിനിമാ ലോകത്ത് കെട്ടടങ്ങിയിട്ടില്ല. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സ്പിരിറ്റ്, നാഗ് അശ്വിന്റെ കൽക്കി 2 എന്നീ ചിത്രങ്ങളിൽ നിന്നും ദീപിക ഒഴിവാക്കപ്പെട്ടത് ഈ നിബന്ധനയുടെ പേരിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി പ്രിയാമണി. ദീപികയുടെ 8 മണിക്കൂർ ഷൂട്ടിംഗ് ആവശ്യത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് പ്രിയാമണി തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. ഇത് തികച്ചും വ്യക്തിഗതമായ കാര്യമാണ്. പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായ സമയങ്ങൾ ഉണ്ടാകും. അത് ഓക്കെയാണ്. നിങ്ങൾ അതിന് കൂടി ഇടം നൽകേണ്ടതായുണ്ട് എന്നാണ് പ്രിയാമണി പറഞ്ഞത്. ജോലി സമയത്തിന്റെ കാര്യത്തിൽ സാഹചര്യം അനുസരിച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന സൂചനയാണ് പ്രിയാമണി നൽകുന്നത്. അതേസമയം 8 മണിക്കൂർ ജോലി വിഷയത്തിൽ ദീപിക പദുക്കോൺ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രതികരിച്ചിരുന്നു. ഇന്ത്യയിലെ നിരവധി പുരുഷ സൂപ്പർ താരങ്ങളും വർഷങ്ങളായി 8 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്നവരാണെന്നും അതൊന്നും രഹസ്യമല്ലെങ്കിലും വാർത്തയായിട്ടില്ല എന്നുമാണ് ഒരു അഭിമുഖത്തിൽ ദീപിക പറഞ്ഞത്. സിനിമാ മേഖലയിലെ ജോലി സമയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വീണ്ടും ചൂട് പകർന്നിരിക്കുകയാണ്. ദീപികയുടെ നിബന്ധനകൾ ചലച്ചിത്ര നിർമ്മാണത്തിന്റെ പ്രായോഗികതയെ ബാധിക്കുമോ എന്ന ചോദ്യമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. പ്രിയാമണിയുടെ പ്രതികരണം ഇത്തരം സാഹചര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. സിനിമാ മേഖലയിലെ താരങ്ങളുടെ ജോലി സമയം, വേതനം, മറ്റ് നിബന്ധനകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ദീപികയുടെ ഈ വിഷയം പുതിയ തലം നൽകിയിരിക്കുകയാണ്. പ്രിയാമണിയുടെ തുറന്നു പറച്ചിൽ ഈ ചർച്ചകളെ കൂടുതൽ സജീവമാക്കും എന്നത് ഉറപ്പാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സ്റ്റേ വയർ പൊട്ടിയതല്ല, ആരോ ഊരി മാറ്റിയത്. ഹരിപ്പാട് വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചതിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് KCB റിപ്പോർട്ട്. ആലപ്പുഴ ഹരിപ്പാട് വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. സ്റ്റേ വയർ പൊട്ടിയതല്ലെന്നും ആരോ ഊരിയതാണ് എന്നുമാണ് KCBയുടെ റിപ്പോർട്ട്. സംഭവത്തിൽ പ്രതിഷേധവും ശക്തമാണ്. പള്ളിപ്പാട് സ്വദേശി 64-കാരി സരള ഷോക്കേറ്റ് മരിച്ചതിൽ KCB വീഴ്ച ഇല്ലെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. സ്റ്റേ വയർ പൊട്ടി വീണിട്ടും ഇടപെട്ടില്ലെന്ന നാട്ടുകാരുടെ ആരോപണം KCB തള്ളി. സ്റ്റേ വയർ ആരോ മനഃപൂർവ്വം ഊരിവിട്ടെന്നാണ് വിശദീകരണം. സമഗ്ര അന്വേഷണത്തിന് ചീഫ് സേഫ്റ്റി കമ്മീഷണറെ നിയോഗിച്ചെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. KCBയുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. പ്രതിഷേധവും വ്യാപകം. സരളയ്ക്കൊപ്പം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശ്രീലതയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ശ്രീലതയെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു സരളയ്ക്കും ഷോക്കേറ്റത്. മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ. നടപടി 2020 രജിസ്റ്റർ ചെയ്ത കേസിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED സമൻസ് അയച്ചത് SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട്. 2020 ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് അദ്ദേഹത്തിന് സമൻസ് അയച്ചിരിക്കുന്നത്. ലാവ്ലിൻ കേസിൽ സാക്ഷി എന്ന നിലയിലാണ് വിവേക് കിരണിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. നേരത്തെ ചോദ്യം ചെയ്ത ചില വ്യക്തികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ED അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചത്. ലാവ്ലിൻ കമ്പനി വിവേക് കിരണിന്റെ UKയിലെ വിദ്യാഭ്യാസത്തിനായി പണം നൽകി എന്ന ഒരു മൊഴി EDക്ക് ലഭിച്ചിരുന്നു. വിവേക് കിരൺ UKയിലാണ് വിദ്യാഭ്യാസം ചെയ്തത്. ഇതേ കാലയളവിൽ പസഫിക് കൺട്രോൾ എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ ദിലീപ് രാഹുലൻ UK കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ലാവ്ലിൻ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു ദിലീപ് രാഹുലൻ. ഇവരുമായുള്ള ബന്ധവും മൊഴികളിൽ പറയുന്ന സാമ്പത്തിക ഇടപാടുകളുമാണ് ചോദ്യം ചെയ്യലിന്റെ പ്രധാന കാരണം. ED വിവേക് കിരണിന് ഒരൊറ്റ സമൻസ് മാത്രമാണ് നിലവിൽ അയച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.